റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിലേക്ക് എല്ലാ തുല്യതാ പഠിതാക്കൾക്കും സ്വാഗതം. Resonance, the study spot. നമ്മൾ ഇന്ന് ജീവശാസ്ത്രം ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ ജീവശാസ്ത്രത്തിന്റെ 2 അധ്യായങ്ങൾ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ട് ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. ഇല്ല, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനുള്ളവർക്കൊക്കെ എന്താ ചെയ്യുക, ലിങ്ക് അയച്ചു കൊടുക്കണം. കൂടെ ഉള്ളവർ നമ്മുടെ ക്ലാസ്സൊക്കെ ചാനലിൽ പോയിട്ട് കാണുക. ഇനി എന്നും നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ച് പോവുക കേട്ടോ. അധ്യായം 3, സൂക്ഷ്മാണുക്കളുടെ ലോകത്തിലേക്ക് ഒരു എത്തിനോട്ടം. നോക്കാല്ലേ, നമുക്ക് എന്താണ് സൂക്ഷ്മാണുക്കൾ, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, എന്താന്ന് നോക്കാല്ലേ. സൂക്ഷ്മാണു എന്താണ്? സൂക്ഷ്മാണു എന്ന് പറഞ്ഞാല് സൂക്ഷ്മമായ ജീവികൾ, അതായത് നമ്മുടെ നഗ്നനേത്രം കൊണ്ട് നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ജീവികൾ, അങ്ങനെയുള്ള ജീവികളെയാണ് സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ സൂക്ഷ്മമായ ജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ സൂക്ഷ്മാണുക്കൾ എന്ന് പറഞ്ഞാല് സൂക്ഷ്മമായ ജീവികളാണ്. നമ്മുടെ നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അപ്പൊ നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഉപകരണം ഉപയോഗിക്കണം അല്ലെ. എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ചിട്ട് വേണ്ടി വരും അതിനെ നോക്കാന്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം സൂക്ഷ്മാണു ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ ഉണ്ട്. സൂക്ഷ്മാണുക്കളെയും സൂക്ഷ്മാണു ജീവികളെയും ഒക്കെ കുറിച്ച് പഠിക്കേണ്ട ഒരു ശാസ്ത്രശാഖയാണ്. അപ്പം സൂക്ഷ്മാണു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ആന്റണി വോൺ ലീവൻഹോക്ക്. എന്താണ്? ആന്റണി വോൺ ലീവൻഹുക്ക്. അപ്പൊ സൂക്ഷ്മാണു ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആന്റണി വോൺ ലീവൻഹുക്ക് എന്ന് പറയണം. അദ്ദേഹത്തിന്റെ ചിത്രമാണ് അവിടെ നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ സൂക്ഷ്മാണുക്കൾ എന്താണ്? സൂക്ഷ്മമായ ജീവികളാണ്. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കില്ല. സൂക്ഷ്മാണു ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആന്റണി വോൺ ലീവൻഹുക്ക് ആണ്. അദ്ദേഹം പ്രാചീനമായ രീതിയിലുള്ള മൈക്രോസ്കോപ്പുകൾ നിർമ്മിക്കുകയും അവയുപയോഗിച്ച് സൂക്ഷ്മാണുക്കളെ ആദ്യമായി നിരീക്ഷിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് ആയി മാറിയത്? സൂക്ഷ്മാണു ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം പ്രാചീനമായ രീതിയിൽ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക അല്ലെ. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ കേട്ട് പരിചയം ഉണ്ടാവും. അപ്പം ഈ ഒരു ഉപകരണം നിർമ്മിക്കുകയും ചെയ്തത് അദ്ദേഹമാണ്. കൂടാതെ അത് നിർമ്മിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടു അദ്ദേഹം? സൂക്ഷ്മാണുക്കളെ കണ്ടു അല്ലേ. സൂക്ഷ്മാണുക്കളെ ആദ്യമായി നിരീക്ഷിച്ച ആളാണ് ആന്റോൺ വാൻ ലീവൻഹോക്ക്. അദ്ദേഹം എന്താണ് ആ നിരീക്ഷിച്ച ജീവികളെ വിളിച്ച പേരെന്താണ്? അനിമൽക്യൂൾസ്. എന്താണ്? അനിമൽക്യൂൾസ് എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച സൂക്ഷ്മാണുക്കളെ വിളിച്ച പേര്. എന്താണ്? അനിമൽക്യൂൾസ്. അപ്പം ഈ റെഡ് കളറിൽ എഴുതിയതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ആദ്യം പറഞ്ഞത് എന്താണ്? നമ്മൾ അതിന്റെ സൂക്ഷ്മാണു ശാസ്ത്രത്തിന്റെ പിതാവിനെ പറഞ്ഞു, ആന്റോൺ വാൻ ലീവൻഹുക്ക് ആണ്. അദ്ദേഹം നിരീക്ഷിച്ച് കണ്ടുപിടിച്ചത് എന്താണ്? സൂക്ഷ്മാണു ജീവികളുടെ പേരെന്താണ്? അനിമൽക്യൂൾസ് എന്നാണ്. ചിത്രത്തിൽ അവിടെ കൊടുത്തിട്ടുള്ളത് ലീവൻഹോക്ക് കണ്ടുപിടിച്ച മൈക്രോസ്കോപ്പും കൂടാതെ അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ കണ്ടുപിടിച്ച അനിമൽക്യൂൾസ് എന്ന് അദ്ദേഹം വിളിച്ച സൂക്ഷ്മാണുക്കളെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ചെറിയ വസ്തുക്കളെ വലുതായി കാണാൻ സാധിക്കുന്ന ഉപകരണങ്ങളിൽ ഒന്നാണ് മൈക്രോസ്കോപ്പ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ചെറിയ നമ്മളെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ജീവികളെ നമുക്കൊരു ഉപകരണം ഉപയോഗിച്ചിട്ട് വേണം കാണാൻ. അങ്ങനെയുള്ളൊരു ഉപകരണം, അതായത് ചെറിയ വസ്തുക്കളെ വലുതായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. എന്താണ് പേര്? മൈക്രോസ്കോപ്പ്. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത നോക്കാം. പ്രത്യേക രീതിയിൽ അടുക്കി വെച്ച ലെൻസുകളുടെ സഹായത്തോടെ ചെറിയ വസ്തുക്കളെ വലുതായി കാണാൻ സഹായിക്കും. അപ്പൊ പ്രത്യേകമായിട്ട് അടുക്കി വെച്ചിട്ടുള്ള ലെൻസുകൾ ഉണ്ട് അല്ലെ. അത്തരം ലെൻസുകളുടെ സഹായത്തോടെ നമ്മൾ
ചെറിയ വസ്തുക്കളെ വലുതായി കാണാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനെ പറയുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. അപ്പം ലെൻസുകളെ അടക്കി വെച്ചിട്ട് അവരെ ചെറിയ വസ്തുക്കളെ വലുതായിട്ട് കാണാൻ സഹായിക്കും അല്ലേ? അപ്പം ലെൻസുകളുടെ സഹായത്തോടെ അങ്ങനെ കാണാൻ സാധിക്കുന്ന ആ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. അത് മറന്നു പോകരുത്. അത് ചോദിക്കുന്നതാണ്. മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കും. അപ്പം മൈക്രോസ്കോപ്പിൽ അടക്കി വെച്ച ലെൻസുകളുടെ സഹായത്തോടെ ചെറിയ വസ്തുക്കളെ വലുതായി കാണാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പഠിച്ചില്ലേ? ഇനി അടുത്തയിലേക്ക് പോവല്ലേ? ഇനി നമുക്ക് മൈക്രോസ്കോപ്പിന്റെ വിവിധ ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ഉപകരണത്തിന്റെ പല വിവിധ ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാ ഭാഗങ്ങള്? ഒരു ഐ പീസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, കണ്ടൻസർ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, നോബുകളുണ്ട്, സ്റ്റേജ് ഉണ്ട്, ദർപ്പണമുണ്ട് അല്ലേ? അപ്പം ഒരു മൈക്രോസ്കോപ്പിന്റെ ചിത്രീകരണമാണ് അവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടോ? മൈക്രോസ്കോപ്പിനെ കാണാത്തവരൊക്കെ കണ്ടോളൂ. കണ്ടില്ലേ? അപ്പം എന്തൊക്കെയാണ് നമുക്ക് ആ ചിത്രങ്ങളിലുള്ള ഭാഗങ്ങൾ എന്ന് നമുക്ക് കൂടുതലായിട്ട് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് അവരുടെ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. മൈക്രോസ്കോപ്പിന്റെ വിവിധ ഭാഗങ്ങൾ. ഒന്നാമത് പഠിക്കാനുള്ളതാണ് ഐ പീസ്. പേര് മറന്നു പോകരുത്. ഐ പീസ് പേര് മാറിയും പോകരുത് കേട്ടോ. ഫസ്റ്റ് കാണുന്ന ഐ പീസ് ആണ് നമുക്ക് ആദ്യത്തെ ഭാഗമായിട്ട് വരുന്നത്. മാഗ്നിഫിക്കേഷന് സഹായിക്കുന്നു. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നമ്മൾ എന്താന്ന് പറഞ്ഞു അല്ലേ? എന്തായിരുന്നു? പ്രത്യേക രീതിയിൽ അടുക്കി വെച്ച ലെൻസുകളുടെ സഹായത്തോടെ ചെറിയ വസ്തുക്കളെ വലുതായിട്ട് കാണാൻ സഹായിക്കുന്നത്. ആ പ്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ് ആര്? ഐ പീസ്. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ലെൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലേ? ഇനി ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസും എന്തിനാണ് ഉപയോഗിക്കുന്നത്? മാഗ്നിഫിക്കേഷന്. അപ്പം മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന, അതായത് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന രണ്ടാൾക്കാരാണ് പഠിച്ചത്. ഐ പീസും ഒബ്ജക്റ്റീവ് ലെൻസും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. അപ്പം ഇതിന്റെ ചിത്രീകരണം അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസിൽ ഇതേപോലെ എന്താണ് അടുക്കി ലെൻസുകൾ അടുക്കി വെച്ചിട്ട് ഇതിന് ഓരോരോ മാഗ്നിഫിക്കേഷൻ ഓരോരോ വാല്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം അത് വെച്ചിട്ടൊക്കെയാണ് നോക്കുക. ഒരു ചെറിയ ജീവിനെ നമുക്ക് 10 മടങ്ങ് വലുതായിട്ട് അല്ലെങ്കിൽ 40 മടങ്ങ് വലുതായിട്ടൊക്കെ കാണണമെങ്കിൽ അത് ഓരോരോ 10 മടങ്ങിൻ്റെയും 40 മടങ്ങിൻ്റെയും ഒക്കെ ഒബ്ജക്റ്റീവ് ലെൻസ് വേറെ വേറെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം അത് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. അപ്പം അങ്ങനെ മനസ്സിലാക്കി വെക്കുക ഐ പീസും ഒബ്ജക്റ്റീവ് ലെൻസും. അടുത്ത നോക്കുന്നത് എന്താണ്? കണ്ടൻസർ. കണ്ടൻസർ പ്രകാശത്തെ സ്പെസിമനിലേക്ക്. സ്പെസിമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനെയാണോ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നത്, ആ നോക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് സ്പെസിമൻ. അത് എന്തും ആവാട്ടോ, എന്തിനെയാണ് നമ്മൾ നോക്കുന്നത് അതാണ് സ്പെസിമൻ. ഓക്കെ. അപ്പം പ്രകാശത്തെ സ്പെസിമനിലേക്ക് പതിപ്പിക്കുന്ന കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രം പ്രകാശത്തിന്റെ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ പ്രകാശത്തിന്റെ തീവ്രത ക്രമീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ആര്? കണ്ടൻസർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ കണ്ടൻസർ എവിടെയാ ഉണ്ടാവുക? അതൊക്കെ നമുക്ക് ആ ഭാഗം വരുമ്പോൾ ഒന്നുകൂടെ പറയാം കേട്ടോ. അപ്പൊ കണ്ടൻസർ ഏകദേശം സ്റ്റേജിന്റെ അടിയിലായിട്ടാണ് വരിക. അത് നമ്മൾ പഠിക്കും കേട്ടോ. പ്രകാശത്തെ സ്പെസിമനിലേക്ക്, സ്പെസിമൻ പറഞ്ഞാൽ മറന്നു വരുന്നത്, നമ്മൾ എന്തിനെയാണോ നോക്കുന്നത് അതാണ് സ്പെസിമൻ, പതിപ്പിക്കുന്ന കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രം പ്രകാശത്തിന്റെ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനിയോ? ഇനി പഠിക്കാനുള്ള ആളാരാ? വിവിധ ഭാഗം ഏതാണ്? നോബുകൾ. നോബുകൾ എന്നുള്ള ഭാഗമാണ് ഇനി പഠിക്കാനുള്ളത്. ശരിക്കും മൈക്രോസ്കോപ്പിന്റെ തന്നെ നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞ മൈക്രോസ്കോപ്പ് ഉണ്ട്, സിമ്പിൾ മൈക്രോസ്കോപ്പ് പറഞ്ഞ മൈക്രോസ്കോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കാനില്ല. നമ്മളിപ്പോൾ അതിന്റെ ഭാഗങ്ങളൊന്ന് നോക്കാം കേട്ടോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളാണ് ശരിക്കും ഇതിൽ കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് പഠിച്ചു പോവാം കേട്ടോ. നോബുകൾ. നോബുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് തരം നോബുകൾ ഉണ്ട്. പക്ഷെ അത്രയൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതായത് ശരിയായ രീതിയിൽ മാഗ്നിഫിക്കേഷൻ ലഭിക്കുന്നതിന് ലെൻസുകൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കാൻ. അപ്പൊ അകലം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോബുകളിൽ ഒരു പ്രത്യേക നീളത്തിലൊക്കെ വെക്കാൻ, ഡിസ്റ്റൻസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നീക്കാനും അങ്ങോട്ട് നീക്കാനും ഇങ്ങോട്ട് നീക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നോബുകൾ എന്ന് ക്രമീകരിക്കാൻ, അകലം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. നോബ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ആലോചിക്കുക, അകലം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് നോബുകൾ. ഇതിനായാണ് നോബുകൾ ഉള്ളത് കേട്ടോ. മനസ്സിലായല്ലോ? ഇനി 5ാമതുള്ളത് സ്റ്റേജ്.
വലുതാക്കി കാണാനുള്ള സ്പെസിമെൻ സ്റ്റേജിലാണ് വെക്കേണ്ടത്. അപ്പം എന്തിനെയാണ് നമുക്ക് കാണേണ്ടത്, അങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ, സ്പെസിമെൻ എന്ന് നമ്മൾ പറഞ്ഞു. ആ സ്പെസിമെനെ നമ്മൾ എന്തിലാണ് വെക്കേണ്ടത്? സ്റ്റേജിലാണ് വെക്കേണ്ടത്. അപ്പം നമ്മൾ സാധാരണയായിട്ട് സ്ലൈഡിൽ ഒരു സ്പെസിമെൻ എടുത്തിട്ട് അതിനെയാണ് സ്റ്റേജിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കുക കേട്ടോ. അപ്പോൾ വലുതാക്കി കാണാനുള്ള സ്പെസിമെൻ സ്റ്റേജിലാണ് വെക്കേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. ആറാമതായിട്ടുള്ളത് ദർപ്പണം അല്ലെങ്കിൽ പ്രകാശ സ്രോതസ്. പ്രകാശ സ്രോതസ് എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടല്ല അതിൽ എന്താണ് സംഭവം എന്ന്. പ്രകാശത്തിൻ്റെ നമ്മൾ സ്പെസിമെന് കാണുവാൻ വേണ്ടിയിട്ടുള്ള പ്രകാശം നമുക്ക് കിട്ടുന്ന സംഭവമാണ് പ്രകാശ സ്രോതസ്. ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴാണല്ലോ വസ്തുക്കൾ വലുതായി കാണുന്നത്. അങ്ങനെ തന്നെയാണല്ലോ, നമുക്കറിയാലോ. ഇതിനായുള്ള പ്രകാശം ലഭ്യമാക്കുന്നത് ദർപ്പണം അല്ലെങ്കിൽ പ്രകാശ സ്രോതസ്സാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതിലൂടെയാണോ നമ്മൾ പ്രകാശം കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നത്? അത് ദർപ്പണത്തിലൂടെ അല്ലെങ്കിൽ പ്രകാശ സ്രോതസ്സിലൂടെയാണ് നമ്മുടെ പ്രകാശം. അപ്പോൾ വെളിച്ചത്തിൽ വെച്ചാൽ മാത്രമേ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നമ്മുടെ സ്പെസിമെനെ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഈ പ്രകാശ സ്രോതസ് അല്ലെങ്കിൽ ദർപ്പണം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ സൂര്യൻ്റെ വെളിച്ചയിലേക്ക് തട്ടുന്ന രീതിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ലൈറ്റിനെ അതിൻ്റെ നേരെ വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മുടെ ഒബ്ജക്റ്റീവിനെ കാണാൻ വേണ്ടിയിട്ട്, നമ്മുടെ വസ്തുവിനെ സ്പെസിമെനെ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പം 6 ആൾക്കാരെ നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, പിന്നെ കണ്ടൻസർ, നോബുകൾ. ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, കണ്ടൻസർ, നോബുകൾ, പിന്നെ എന്താണ്? സ്റ്റേജ്, ദർപ്പണം. ഏതൊക്കെയാണ്? ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, കണ്ടൻസർ, നോബുകൾ, സ്റ്റേജ്, ദർപ്പണം. മറന്നു പോകരുത് കേട്ടോ. കണ്ടില്ലേ? വിവിധ ഭാഗങ്ങളുടെ പേര് മറന്നു പോകരുത്. ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, കണ്ടൻസർ, നോബുകൾ, സ്റ്റേജ്, ദർപ്പണം. 6 എണ്ണമാണ് പഠിക്കാനുള്ളത്. അപ്പം പേര് ആലോചിച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത്, അതിൻ്റെ ഉപയോഗവും നമുക്ക് കിട്ടുന്നതാണ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണിത്. അതിനുള്ള നോബുകൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് എന്താണ്? ഐ പീസ് എവിടെയാണ് ഉണ്ടാവുക? ഏറ്റവും മുകളിൽ ഐ പീസാണ് ഉണ്ടാവുക. പിന്നീട് നോബുകൾ ഉണ്ടാവും. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് എവിടെയാണ് വെച്ചേക്കുന്നത് നോക്കിയേ? സ്റ്റേജിൻ്റെ മുകളിലാണല്ലേ ഒബ്ജക്റ്റീവ് ലെൻസ് ഉള്ളത്. പിന്നെയോ സ്റ്റേജ് അവിടെ കാണാം അല്ലേ? അവിടെയാണ് നമ്മൾ സ്ലൈഡ് വെച്ചിട്ട് അതിലാണ് സ്പെസിമെൻ വെക്കുക. അടിയിലാണ് ദർപ്പണം. അപ്പോൾ ആ ദർപ്പണത്തിൻ്റെ നേരെ നമ്മുടെ ലൈറ്റ് കടന്നു വന്നാലേ മുകളിലേക്ക് ഇങ്ങനെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക. ഐ പീസും നോബും ഒബ്ജക്റ്റീവ് ലെൻസും സ്റ്റേജും ദർപ്പണവും കേട്ടോ. മനസ്സിലാക്കി വെക്കണം. ഈ സ്റ്റേജിൻ്റെ അടിയിലായിട്ട് ഒരു റൗണ്ട് കണ്ടില്ലേ? സ്റ്റേജിൻ്റെ മുകളിൽ തന്നെ അവിടെയാണ് ശരിക്കും നമ്മുടെ എന്തുള്ളത്? കണ്ടൻസറും ഡയഫ്രം ഒക്കെ ഉള്ളത് കേട്ടോ. അത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. ശരിക്കും അവിടെയാണ് കണ്ടൻസറും ഇതും ഉള്ളത്. എന്തുള്ളത്? ഡയഫ്രം എന്നൊക്കെ ഉള്ള ആൾക്കാരുള്ളത്. അപ്പം അത് അവർ അടയാളപ്പെടുത്തിയില്ല. നമുക്കിങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ. ഇനി ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് സ്ലൈഡിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതൊരു പരീക്ഷണമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ശരിക്കും ലാബിൽ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു തരാനേ നമുക്ക് നിർവാഹമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് കേൾക്കുക കേട്ടോ. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ആദ്യം ഒരു സ്ലൈഡ് എടുക്കുക. ഒരു ഗ്ലാസിൻ്റെ ഒരു സ്ലൈഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതെടുക്കുക. ഒരു ഗ്ലാസിൻ്റെ കഷ്ണം എന്ന് ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു ചതുരാകൃതിയിലുള്ള ഒരു ഗ്ലാസിൻ്റെ കഷ്ണം നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. അതാണ് സ്ലൈഡ്. അതുപോലെയാണ് സ്ലൈഡ് ഉണ്ടാവുക. അപ്പം ഈ ഒരു സ്ലൈഡിന് നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും അതിനെ വൃത്തിയുള്ള സ്ലൈഡ് ആയിരിക്കണം കേട്ടോ. നമ്മൾ വൃത്തിയുള്ള സ്ലൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു തുള്ളി ഓടയിൽ നിന്നുള്ള വെള്ളം, അതായത് നമ്മുടെ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മാണു, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ നമുക്ക് പല സ്ഥലങ്ങളായിട്ട് കാണാം. നമ്മുടെ എന്തിലൊക്കെ ഉണ്ട്? നമ്മുടെ വായുവിലുണ്ട്, വെള്ളത്തിൽ, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, ഓടയിൽ നിന്നുള്ള വെള്ളത്തിൽ, അങ്ങനെ പല പല സ്ഥലത്ത് നമുക്ക് നമ്മുടെ ബാക്ടീരിയകളെയും സൂക്ഷ്മാണുക്കളെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇവിടെ പരീക്ഷണത്തിൽ പറഞ്ഞത് ഒരു തുള്ളി ഓടയിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് ഗ്ലാസ് സ്ലൈഡിൽ വെച്ച് പരത്തണം. അങ്ങനെ ഒരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുക, എന്നിട്ട് അതിനെ വൃത്തിയാക്കിയിട്ട് വേണം ഈ ഒരു വെള്ളം അതിൽ പരത്തി വെക്കാൻ. എന്നിട്ട് ഒരു തുള്ളി, ഒറ്റ തുള്ളി മതി കേട്ടോ. എന്നിട്ട്
അതിനെ ഉണങ്ങാൻ അനുവദിക്കുക. എന്നിട്ട് അതിനെ ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം ഇതിനെയാണ് ഈ ഒരു ഉണക്കാൻ വേണ്ടി വെച്ച ഈ ഒരു വസ്തുവിനെ നമ്മൾ ലാബിൽ അല്ലെങ്കിൽ പരീക്ഷണത്തിൻ്റെ പേരിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക? സ്മിയർ. എന്താണ് പറയുക? സ്മിയർ എന്നാണ് പറയുക. അപ്പം നമ്മളൊരു സ്ലൈഡ് എടുത്തു. അതിൽ നമ്മൾ ചെയ്യേണ്ട ആളെ അവിടെ വെച്ചു. എന്നിട്ട് അത് ഉണക്കാൻ വെച്ചു. അതിനെയാണ് സ്മിയർ എന്ന് പറയാം. സ്ലൈഡിൻ്റെ അടിഭാഗം തീയുടെ മുകളിലൂടെ പെട്ടെന്ന് കടത്തിവിടണം. അതായത് കുറേ നേരം വെക്കില്ല. കുറേ നേരം വെച്ചാൽ അത് ബാക്ടീരിയ നശിച്ചു പോകും. അപ്പം ഒന്നിങ്ങോട്ട് കടത്തി വിട്ടാൽ എന്താണ് സംഭവിക്കുക? സ്മിയർ സ്ലൈഡിൽ താൽക്കാലികമായി ഉറപ്പിക്കും. അപ്പം സ്മിയറിനെ സ്ലൈഡിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തീയിൻ്റെ അടുത്ത് കൂടെ നമ്മൾ എന്ത് കൊണ്ടുപോകണം? ഈ സ്ലൈഡിനെ ഒന്നങ്ങോട്ട് കൊണ്ടുപോകണം. എന്നിട്ടോ അടുത്ത ഘട്ടം നിറം തരലാണ്. അപ്പം ആർക്കാണ് നിറം കൊടുക്കേണ്ടത്? നമ്മൾ ഈ കാണാൻ വേണ്ടി പോകുന്ന സൂക്ഷ്മജീവിക്ക് നമ്മൾ നിറം കൊടുത്താലേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് കളർലെസ് ആണ്. അപ്പം നിറം കളറുള്ളത് കൊണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് കളർലെസ് ആയിരിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നിറം കൊടുത്താൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പം അടുത്ത ഘട്ടം എന്താണ്? നിറം കൊടുക്കലാണ്. അപ്പം ഇതിനായി കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ പേരാണ് സ്റ്റെയിനുകൾ. എന്താണ് പേര്? സ്റ്റെയിനുകൾ. ആദ്യം നമ്മൾ പറഞ്ഞത് സ്മിയർ ആയിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് സ്റ്റെയിനാണ്. ഇനി എന്താണ്? അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കളർ കൊടുക്കാൻ. അപ്പോൾ അതിനുള്ള സ്റ്റെയിനുകൾക്കുള്ള ഉദാഹരണത്തിൻ്റെ പേരുകളാണ് മെഥലീൻ ബ്ലൂ, ക്രിസ്റ്റൽ വയലറ്റ്. ഇതൊക്കെയാണ് മെഥലീൻ ബ്ലൂ, ക്രിസ്റ്റൽ വയലറ്റ്. അതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പം ആദ്യം സ്ലൈഡ് എടുത്തു, അതിൽ സ്മിയർ ഉണ്ടാക്കി, സ്റ്റെയിൻ ഒഴിച്ചു. മെഥലീൻ ബ്ലൂ അല്ലെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ് നമ്മൾ ഒഴിച്ചു. 1 മിനിറ്റ് വെച്ച ശേഷം ഇത് കഴുകിക്കളയാം. അപ്പം 1 മിനിറ്റ് നമ്മൾ ആ സ്റ്റെയിനെ ഒന്ന് ഒറ്റിച്ച് വെക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഉജാലയൊക്കെ ആക്കൂലേ, അതേപോലെ ഉജാല ആക്കണം എന്നല്ല പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 1 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതങ്ങോട്ട് കഴുകിക്കളയുമ്പം ഒരു ഉജാല എഫക്റ്റ് ഉണ്ടാവും. അപ്പം എന്താണ് ഉണ്ടാവുക? സ്മിയർ ഉണങ്ങാൻ അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്മിയർ ഉണങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. അപ്പം ഒരു കളർ ഉള്ളത് പോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഉജാലൻ്റെ തുള്ളി ഒറ്റിച്ച ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സ്ലൈഡിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റേജിൻ്റെ മുകളിൽ വെച്ചിട്ട് ലൈറ്റൊക്കെ നമ്മൾ ദർപ്പണത്തിലൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കുക. നോബുകളൊക്കെ തിരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ ഐപീസിലൂടെ നോക്കിയാൽ എന്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും? ഫോക്കസ് ഒക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് കുറച്ച് സൂക്ഷ്മജീവികൾ അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരീക്ഷണശാലയിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം സ്ലൈഡ് എടുത്തു, അതിൽ നമ്മുടെ സ്പെസിമെൻ വെച്ചു. അതായത് ഗ്ലാസ് സ്ലൈഡിൽ ഓടയിലുള്ള വെള്ളത്തിൻ്റെ ഒരു തുള്ളി ഇറ്റിച്ചു. എന്നിട്ട് അതിനെ ഉണക്കാൻ വേണ്ടി വെച്ചു. അതിനെ സ്മിയർ എന്ന് വിളിച്ചു. എന്നിട്ട് അതിനെ തീയിൽ നമ്മൾ വെറുതെ ഒന്ന് ഓടിച്ചു മുകളിലൂടെ പെട്ടെന്ന് കടത്തി വിട്ടു തീ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന് കളർ കൊടുത്തു. കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റെയിനാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഉണക്കാൻ വെച്ചിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ നമുക്ക് സൂക്ഷ്മാണുക്കളെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ പരീക്ഷയ്ക്ക്. ഇനി നോക്കാൻ പോകുന്നത് എന്താണ്? ബാക്ടീരിയയുടെ ഘടന. എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ബാക്ടീരിയയുടെ ഘടന. അപ്പം ഈ സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികളിൽ പെടുന്ന ഒരു ആളാണ് ആര്? ബാക്ടീരിയ എന്ന് പറയുന്നത്. നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണാറില്ലേ? ആൻറ്റി ബാക്ടീരിയൽ, ഡെറ്റോളൊക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ കുറേ പരസ്യങ്ങൾ നമ്മുടെ നിലത്ത് തുടയ്ക്കുന്ന അങ്ങനെയുള്ള കുറേ പരസ്യങ്ങളിലൊക്കെ നമ്മൾ ആരെ കേൾക്കുന്നുണ്ട്? ബാക്ടീരിയ, ആൻറ്റി ബാക്ടീരിയ എന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പം സൂക്ഷ്മാണുക്കളിൽ ഒരു ആളാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയയുടെ ഘടനയാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ബാക്ടീരിയ എന്ന് പറയുന്ന ആള് പല രൂപത്തിൽ ഉണ്ട് കേട്ടോ. പല രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ നഗ്നനേത്രം കൊണ്ടിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. അതായത് പല രൂപത്തിലുള്ള ഈ സൂക്ഷ്മാണു പല ഷേപ്പിൽ അല്ലെങ്കിൽ പല രൂപത്തിലുണ്ട്. ഒറ്റയായും ഇരട്ടയായും കൂട്ടമായും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ചില ബാക്ടീരിയകൾ ഒറ്റയ്ക്കായിരിക്കും, ചില ബാക്ടീരിയകൾ ഇരട്ട പോലെയായിട്ട് കാണാൻ പറ്റും, ചില ബാക്ടീരിയകൾ വൻ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ കൂട്ടമായിട്ടാണ് ചില ബാക്ടീരിയകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇനി ബാക്ടീരിയകൾ പ്രോകാരിയോട്ടുകളാണ്. അപ്പം പ്രോകാരിയോട്ട് എന്താണെന്ന് നമുക്കറിയണം അല്ലേ? പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ അതായത് പൂർണ്ണമായിട്ടൊരു സെൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള എന്താ പറയുക,
ഒരു രൂപം അതിനുണ്ടെന്ന് പറയാൻ പറ്റും. അതൊരു നമ്മൾ മർമ്മം എന്ന് പറയില്ലേ, പൂർണ്ണമായിട്ടുള്ള ഒരു മർമ്മം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. മാത്രമല്ല അതിന് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും നമുക്ക് ഇന്ന ഭാഗമാണ് ഇതിനുള്ളത് നമുക്ക് കാര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ആൾക്കാരെയാണ് പ്രോകാരിയോട്ടുകൾ എന്ന് പറയുക. മനസ്സിലായില്ലേ? ബാക്ടീരിയകൾ എന്താണെന്നാ പറയുന്നത്? പ്രോകാരിയോട്ടുകളാണ്. അപ്പം അതിന് ഒരു പ്രത്യേക ന്യൂക്ലിയസ് ഉണ്ട്, പ്രത്യേക കുറേ സാധനങ്ങളുണ്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം അവയുടെ കോശത്തിൽ ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല. അപ്പം ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോകാരിയോട്ടുകൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ന്യൂക്ലിയസ് കാണപ്പെടാത്ത കോശത്തിൽ ന്യൂക്ലിയസ് കാണപ്പെടാത്ത ജീവികളെയാണ് പ്രോകാരിയോട്ടുകൾ പറയുന്നത്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. അപ്പം ഇനി യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സാധനം ഉണ്ട്. അതിന് എന്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും? നല്ല ഒരു ന്യൂക്ലിയസും അതിൻ്റെ ബാക്കി പാത്രങ്ങളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇനി ജീവൽ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടക്കുന്നത് ഈ ഒറ്റ കോശത്തിനുള്ളിലാണ്. അപ്പോൾ ബാക്ടീരിയയുടെ ഒരു സവിശേഷതയാണ് പറയുന്നത്. അത് പ്രോകാരിയോട്ടാണ്. അതിന് ന്യൂക്ലിയസ് കാണില്ല. മാത്രമല്ല ഈ ഒറ്റ കോശത്തിനുള്ളിലുള്ള ബാക്ടീരിയ ആണ്. ഒറ്റ കോശത്തിൻ്റെ ഉള്ളിലാണ് ഈ ബാക്ടീരിയ ഉള്ളത് എന്ന് പറയുന്നത്. ഒറ്റ കോശമാണ് ബാക്ടീരിയക്കുള്ളത്. ജീവൽ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടക്കുന്നത് ഈ ഒരു ഒറ്റ കോശത്തിനുള്ളിലാണ്. അപ്പോൾ അതൊരു സവിശേഷതയാണ് കേട്ടോ ബാക്ടീരിയയുടെ. ഇനി വിവിധ കോശ ആകൃതികൾ, അതായത് പലതരത്തിൽ നമ്മുടെ ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഏതൊക്കെ ആകൃതികളിലാണ് ഉള്ളത്, കോശാകൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഉരുണ്ട പോലെ കാണുന്ന ബാക്ടീരിയ നമുക്ക് ഉണ്ട് കേട്ടോ. പിന്നെയോ നീണ്ട പോലെയുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെയോ സ്പൈറൽ ആകൃതിയിലുള്ളത്, കോമ ആകൃതിയിലുള്ളത്, ശാഖകളോട് കൂടിയത്, അങ്ങനെ പലതരത്തിലുള്ള ആകൃതിയിലുള്ള ബാക്ടീരിയകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഉരുണ്ടത്, നീണ്ടത്, സ്പൈറൽ, കോമ, ശാഖകളോട് കൂടിയത്. അപ്പോൾ അതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ചിത്രം ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് കൂടുതലായിട്ട് അതിലൊന്നും പറയാനില്ല. ഇനി ബാക്ടീരിയയുടെ കോശഘടനയുടെ ചിത്രമാണ് കാണിച്ചത്. നമ്മൾ എന്ത് ചെയ്യുക? ചിത്രം വരച്ച് പഠിക്കുകയാണ് ശരിക്കും വേണ്ടത്. നിങ്ങൾക്ക് കഴിയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പഠിച്ച് വെക്കുക. മിക്കവാറും ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ഭാഗമാണ് ബാക്ടീരിയയുടെ കോശഘടന എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം കോശഘടനയിലെ ചിത്രങ്ങളിലുള്ള ആൾക്കാരെ ഒന്ന് നോക്കിക്കേ. വലിയൊരു വാലുണ്ട് അല്ലേ? ഫ്ലജെല്ല എന്നാണ് അതിൻ്റെ പേര്, ഫ്ലജെല്ല. പിന്നെയോ റൈബോസോമുകളുണ്ട്, പിലി എന്ന് പറയുന്ന ആളുണ്ട്, ക്യാപ്സ്യൂൾ, അതായത് ഒരു ക്യാപ്സ്യൂൾ നമ്മുടെ ഒരു ഗുളികയുടെ ഷേപ്പിലാണല്ലോ ഉള്ളത്, ക്യാപ്സ്യൂൾ എന്ന് പറയാം. കോശസ്തരം ഉണ്ട്. കോശസ്തരം എന്ന് പറയുന്നത് കോശത്തിന് ചുറ്റപ്പെട്ട ഒരു ആളാണ് കോശസ്തരം. പിന്നെ കോശത്തിന് ഭിത്തിയുണ്ട്, പിന്നെ ന്യൂക്ലിയോയിഡ് കാണപ്പെടുന്നുണ്ട്, കോശദ്രവ്യവും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഒരാളില്ല, ന്യൂക്ലിയോയിഡ് ആണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ബാക്ടീരിയയുടെ കോശഘടനയിലുള്ളത്? ഫ്ലജെല്ല, റൈബോസോമുകൾ, പിലി, ക്യാപ്സ്യൂൾ, കോശസ്തരം, കോശഭിത്തി, ന്യൂക്ലിയോയിഡ്, കോശദ്രവ്യം. അപ്പോൾ അതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് തന്നെ വരച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ തന്നെ പഠിക്കാവുന്നതുള്ളൂ, കൂടുതലായിട്ട് അതിന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ കോശ ഘടകത്തിൻ്റെ അല്ലെങ്കിൽ ഈ കോശഘടനയുടെ ആൾക്കാരുടെ പ്രവർത്തനം എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത് പഠിച്ച് പോയേണ്ട സംഗതിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കോശദ്രവ്യത്തിൽ എന്താ നടക്കുന്നത്? ഇതിൻ്റെ ഭൂരിഭാഗവും ജലമാണ്. അപ്പോൾ ദ്രവ്യം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ജലമായിരിക്കും അല്ലേ? കോശ ദ്രവ്യത്തിൻ്റെ ഭൂരിഭാഗവും ജലമാണ്. മറ്റു കോശഘടകങ്ങൾ ഇതിലാണ് കാണപ്പെടുന്നത്. അപ്പം മറ്റു കോശഘടകങ്ങളൊക്കെ കാണപ്പെടുന്ന സ്ഥലമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക, ഇപ്പം തന്നെ പഠിച്ചു പോവാ കേട്ടോ. കോശസ്തരം എന്താണ്? കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. ഇത് പ്രധാനമായും കോശത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. അപ്പം അകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിനാണ് ആര് സഹായിക്കുന്നത്? കോശസ്തരം സഹായിക്കുന്നത്. ഒരു ആവരണമാണ് അത്, അകത്തേക്കുള്ള പുറത്തേക്കുള്ള പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്നുണ്ട്. ഇനി ന്യൂക്ലിയോയിഡ് എന്താ നോക്കുക? ജനിതക ഘടകമായ DNA കാണപ്പെടുന്നത് ന്യൂക്ലിയോയിഡിലാണ്. അപ്പം ജനിതക ഘടന ഉണ്ട് അല്ലേ നമ്മുടെ ബാക്ടീരിയക്ക്, അതിൽ ന്യൂക്ലിയോയിഡിലാണ് നമ്മുടെ ജനിതക ഘടകമായ DNA കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി പറയുന്നത് പ്ലാസ്മിഡ് ആണ്. എന്താണ് പ്ലാസ്മിഡ്? ക്രോമസോം ഇതര ജനിതക ഘടകം. എന്താണ്? ക്രോമസോം ഇതര ജനിതക ഘടകമാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്.
അതൊക്കെ കൂടുതലായിട്ട് നമുക്ക് വലിയ ക്ലാസ്സുകളിലാണ് ശരിക്കും പഠിക്കാനുള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് അത്രയും പഠിക്കാനുള്ളൂ. ഈ റൈബോസോമുകൾ എന്താ നോക്കിക്കേ. കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായാണ് റൈബോസോമുകളെ കാണപ്പെടുന്നത്. കോശത്തിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കലാണ് ഇവയുടെ ധർമ്മം. അപ്പൊ കോശത്തിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കുന്ന ആളാണ് റൈബോസോമുകൾ എന്ന് മനസ്സിലാക്കി വെക്കുക. അത് പഠിക്കേണ്ട ഒരു കാര്യമാട്ടോ റൈബോസോമുകൾ. അത് എന്തായാലും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. റൈബോസോമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന, കോശത്തിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കുന്ന ആളാണ് നമ്മുടെ റൈബോസോമുകൾ. മനസ്സിലായല്ലോ. അടുത്തയിലേക്ക് പോവാ അല്ലേ. കോശഭിത്തി. പെപ്റ്റിഡോഗ്ലൈക്കൻ ഉപയോഗിച്ചാണ് ഈ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ പേര്? പെപ്റ്റിഡോഗ്ലൈക്കൻ. അത് മറന്നു പോകരുത് കേട്ടോ. അതിന്റെ പേരൊന്നും മറന്നു പോകരുത്. പെപ്റ്റിഡോഗ്ലൈക്കൻ ഉപയോഗിച്ചാണ് നമുക്ക് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. കോശത്തിന് ആകാരവും ബലവും പരിരക്ഷയും നൽകുന്നു. അപ്പൊ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ സ്ട്രോങ് ആണ്. കോശത്തിന് ആകാരവും ബലവും പരിരക്ഷയും നൽകുന്ന ആളാണ് കോശഭിത്തി എന്ന് പറയുന്നത്. ഈ ഫ്ലജെല്ല എന്താ നോക്കിക്കേ. ബാക്ടീരിയയുടെ ചലിക്കാൻ സഹായിക്കുന്ന ആളാണ് നമ്മുടെ ഫ്ലജെല്ല എന്ന് പറയുന്ന വാല് പോലെ നമ്മൾ കാണുന്നില്ലേ. അപ്പൊ ആ ഉപയോഗിച്ചിട്ടാണ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. കോശദ്രവ്യം, കോശസ്തരം, ന്യൂക്ലിയോയിഡ്, പ്ലാസ്മിഡ്, റൈബോസോമുകൾ, കോശഭിത്തി, ഫ്ലജെല്ല ഒക്കെ വായിച്ച് ആ ടേംസ് എന്ത് ചെയ്യണം, ഇങ്ങനെ ബൈ ഹാർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വായിച്ച് നമ്മളത് പഠിച്ചെടുക്കുക കേട്ടോ. എങ്കിലേ നമുക്ക് ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജിയിലുള്ള ഈ വാക്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം വായിച്ച് തന്നെ പഠിച്ചാലേ നമുക്ക് മനസ്സിൽ നിൽക്കുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ തന്നെ പഠിച്ചു പോവുക. ആ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാതെ പോകരുതേ. ഇനിയുള്ളത് സൂക്ഷ്മാണുക്കളുടെ വൈവിധ്യം എന്നാണ് പറയുന്നത്. എന്തൊക്കെയായിരിക്കും? അതായത് നമ്മൾ ബാക്ടീരിയ, ഒരാളെ നമ്മൾ പഠിച്ചു അല്ലേ, ഒരാളുടെ ഘടന നമ്മൾ പഠിച്ചു. സൂക്ഷ്മാണുക്കളുടെ വൈവിധ്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് സൂക്ഷ്മാണുക്കളിൽ പെടുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ഇത് കുറച്ചേ ഉള്ളൂ, നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയായിരിക്കും, കൂടുതൽ കേട്ടിട്ടുണ്ടാവും. ബാക്ടീരിയ നമ്മൾ പറഞ്ഞതാണ്. ഫംഗസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. പിന്നെയോ ആൽഗകൾ, പിന്നെയോ പ്രോട്ടോസോവ, അതൊക്കെ പുതിയതായിരിക്കും അല്ലേ, പിന്നെ കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ ഉള്ളതോ വൈറസ് കേട്ടിട്ടില്ലേ, കൊറോണ വൈറസ്, അത് കേട്ടിട്ടുണ്ടാവും. അപ്പം സൂക്ഷ്മാണുക്കളുടെ ഒരു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ തരം സൂക്ഷ്മാണുക്കളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, ആൽഗകളുണ്ട്, പ്രോട്ടോസോവ ഉണ്ട്, വൈറസ് ഉണ്ട്. അപ്പം സൂക്ഷ്മാണുക്കളിൽ പെടുന്ന ആരൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗസ്, ആൽഗ, പ്രോട്ടോസോവ, വൈറസ്. മറന്നു പോകരുത്. ബാക്ടീരിയ, ഫംഗസ്, ആൽഗ, പ്രോട്ടോസോവ, വൈറസ്. അങ്ങനെ തന്നെ പഠിച്ച് നമ്മൾ ആ പേരിങ്ങോട്ട് ഫെമിലിയർ ആക്കണം കേട്ടോ. ബാക്ടീരിയ, ഫംഗസ്, ആൽഗ, പ്രോട്ടോസോവ, വൈറസ്. ഇനി ബാക്ടീരിയനെ വിളിക്കുന്ന ബാക്ടീരിയയിലുള്ള ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടാണ്. അതിന് ന്യൂക്ലിയസ് ഇല്ലാന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് പ്രോകാരിയോട്ട് എന്ന് അറിയപ്പെടുന്നത്. ഏകകോശമാണ്, ഒറ്റ കോശമേ ഉള്ളൂ. പിന്നെയോ സാപ്രോഫൈറ്റ് എന്ന് വിളിക്കുന്നുണ്ട്, ഹെട്രോഫൈറ്റ് എന്ന് വിളിക്കുന്നുണ്ട്, ഓട്ടോട്രോഫ് എന്ന് വിളിക്കുന്നുണ്ട്, മിക്സാട്രോഫ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഈ പേരുകളൊക്കെ നമ്മൾ പഠിക്കണം. പ്രൊകാരിയോട്ട് ഏകകോശമാണ്, സാപ്രോഫൈറ്റിക് ആണ്, ഹെട്രോട്രോഫ് ആണ്, ഓട്ടോട്രോഫ് ആണ്, മിക്സോട്രോഫ് ആണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഫംഗസിന്റെ പേരുകൾ എന്തൊക്കെയാണ്? ഫംഗസ് യൂകാരിയോട്ട് ആണ്. യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യൂക്ലിയസും ഉണ്ടായിരിക്കും, അതിന്റെ ബാക്കിയുള്ള ആൾക്കാരും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഫംഗസ് യൂകാരിയോട്ട് ആണ്, ഏകകോശമാണ്, ബഹുകോശവും ആണ്. ഏകകോശത്തിലും കാണപ്പെടുന്നുണ്ട് ഫംഗസിനെ, ബഹുകോശമായിട്ടും കാണപ്പെടുന്നുണ്ട്. അതിന്റെ മറ്റൊരു പേരാണ് സാപ്രോഫൈറ്റ്, പിന്നെ ഹെട്രോട്രോഫ്. അപ്പം ബാക്ടീരിയയ്ക്കും ആ പേരുണ്ട്. എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയും പഠിച്ചു വെക്കണം കേട്ടോ. ഈ യൂകാരിയോട്ടിൽ ഏകകോശമാണ്, ബഹുകോശമാണ്, ഓട്ടോട്രോഫ് ആണ്. യൂകാരിയോട്ടാണ് ആൽഗകള്. അപ്പോൾ ആൽഗകളും യൂകാരിയോട്ട്, ഏകകോശം, ബഹുകോശം, ഹെട്രോട്രോഫ് എന്ന് പഠിച്ചിരിക്കുക. പ്രോട്ടോസോവയിൽ എന്താ പറയുന്നത്? യൂകാരിയോട്ട് ഏകകോശമാണ്, സാപ്രോഫൈറ്റിക് ആണ്, ഹെട്രോട്രോഫ് ആണ്, ഓട്ടോട്രോഫ് ആണ്, മിക്സോട്രോഫ് ആണ്. വൈറസിന്റെ കേസിലും എക്സ്ട്രാ വൈറസ് എന്ന് പറയുന്നത് സെല്ലുലാർ ആണ്, അതായത് സെല്ലില്ലാത്ത ആൾക്കാരെന്നാണ് സെല്ലുലാർ എന്ന് പറയുന്നത്. പിന്നെ വൈറസിന് എന്താ പറയുന്നത്? ഒബ്ലിഗേറ്റ് ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റോ ആണ് നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. നമുക്ക് വൈറസിനെ കുറിച്ചിട്ട് കൂടുതൽ ഇനി അടുത്തതിലായിരുന്നു നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ ഒരു ബോക്സ് എന്ത് ചെയ്യുക, ഇങ്ങനെ പഠിച്ച് വെക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിൽ നല്ലപോലെ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം സൂക്ഷ്മാണുക്കൾ
ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, ആൽഗ ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്, വൈറസ് ഉണ്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂക്ഷ്മാണുക്കൾ നമ്മുടെ ജീവിതവുമായി ഏതൊക്കെ തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലായിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ ബയോളജി ക്ലാസ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കാണുക. യൂട്യൂബ് ചാനലിൽ എല്ലാവരും നമ്മുടെ റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിൽ ചാനലിലുള്ള എല്ലാ വീഡിയോസും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണണം. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ചാനലിലെ ക്ലാസ്സുകളൊക്കെ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇനി അടുത്ത ക്ലാസ്സിൽ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂടെ കൂടാ കേട്ടോ. എന്നാൽ ശരി, അപ്പോൾ ഓക്കെ.